വയറിങ്ങിന് വേണ്ടി മെറ്റീരിയൽ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ മെറ്റീരിയൽ മിനിമം ക്വാളിറ്റി ഉണ്ടായിരിക്കണം. വയറിങ്ങിനുള്ള മിനിമം ക്വാളിറ്റി എങ്കിലും ആ മെറ്റീരിയൽ ഉണ്ടാവണം. ഉദാഹരണത്തിന് ഇപ്പോൾ പൈപ്പ്, ജംഗ്ഷൻ ബോക്സ്, വയറ് മുതലായവ വെള്ളത്തിൽ താഴ്ന്നു പോകുന്ന വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. പൊന്തിക്കിടക്കുന്ന വസ്തുക്കളെല്ലാം തീ പിടിക്കുന്നതാണ്. അതൊന്നും വയറിങ്ങിന് ഉപയോഗിക്കുന്നതല്ല. ഉപയോഗിക്കുന്ന മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ മെറ്റീരിയൽക്ക് മിനിമം ക്വാളിറ്റി എങ്കിലും ഉണ്ടാവണം. ഏത് കമ്പനിയുടെ മെറ്റീരിയൽ എടുത്താലും കുഴപ്പമില്ല. തീ പിടിച്ചാൽ കത്താത്ത മെറ്റീരിയൽ മാത്രമേ വയറിങ്ങിന് ഉപയോഗിക്കാവൂ. ഉദാഹരണത്തിന് പൈപ്പ്, വയറ്, ബെൻഡ് മുതലായവ സാധനങ്ങൾ തീ കൊടുത്താൽ കത്താൻ പാടുള്ളതല്ല. കത്തുന്ന മെറ്റീരിയലാണെങ്കിൽ അത് വയറിങ്ങിന് ഉപയോഗിക്കരുത്. ഇത് എളുപ്പം തിരിച്ചറിയാനുള്ള മാർഗ്ഗങ്ങൾ ഒന്നുകിൽ അത് വെള്ളത്തിലിട്ട് നോക്കാം, അല്ലെങ്കിൽ തീ കൊടുത്ത് നോക്കാം. ഇത് നിസ്സാരമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്ന മാർഗ്ഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ 2 ജംഗ്ഷൻ ബോക്സ് ആണുള്ളത്. ഒന്ന് FRLS-ഉം ഒന്ന് തീ പിടിക്കുന്ന മെറ്റീരിയലാണ്. തീ പിടിക്കുന്ന മെറ്റീരിയൽ കൊണ്ടുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഇത് എളുപ്പത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. കത്തിക്കുക. ജംഗ്ഷൻ ബോക്സിൽ നിന്ന് കത്തണുണ്ടോ? ഇങ്ങനെ കത്താൻ പാടുള്ള കത്തണ മെറ്റീരിയൽ ഇതിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. എൻ്റെ ഇടത് കയ്യിലിരിക്കുന്ന ജംഗ്ഷൻ ബോക്സ് തീ പിടിക്കില്ല. അത് ഫ്ലെയിം മാറ്റി കഴിഞ്ഞാൽ അപ്പം അത് കെടും. ഇനി ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ PVC കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ജംഗ്ഷൻ ബോക്സാണ് ഇപ്പം നമ്മൾ തീ കൊടുക്കാൻ പോകണം. ഇത് കത്തും. ഈ കത്തി കഴിഞ്ഞിട്ട് ഫ്ലെയിമിൽ നിന്ന് നീക്കം ചെയ്താൽ 3 സെക്കൻഡിനുള്ള തീ കെടും. നിന്ന് കത്തില്ല. എത്ര കത്തിച്ച് കഴിഞ്ഞാലും ഈ സാധനം ഫ്ലെയിമിൽ നിന്ന് നീക്കം ചെയ്ത് കഴിഞ്ഞാൽ അപ്പം കെടും. തീ പിടിക്കാത്ത മെറ്റീരിയൽ ആണ് ഇത്. ഇത് നമ്മൾ കണ്ടതാണ്. അത് മുഴുവൻ കത്തിപ്പോയി. അപ്പോൾ വയറിങ്ങിന് ഉപയോഗിക്കുമ്പോൾ തീ പിടിക്കാത്ത മെറ്റീരിയൽ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. PVC-യുടെ പ്രത്യേകത അതാണ്. പൈപ്പായാലും വയറായാലും ബെൻഡായാലും ജംഗ്ഷൻ ബോക്സ് ആയാലും തീ പിടിക്കാത്തത് മാത്രം നോക്കിയിരിക്കണം. ഫ്ലെയിമിൽ നിന്ന് നീക്കി കഴിഞ്ഞാൽ അപ്പം ഫ്ലെയിം കെടും. നമ്മൾ 2 ജംഗ്ഷൻ ബോക്സ് എടുത്തിട്ടുണ്ട്. ഒന്ന് തീ കത്തിയപ്പോൾ കത്തിപ്പോയതും ഒന്ന് കത്താത്തതുമാണ്. ഈ കത്താത്ത മെറ്റീരിയൽ വെള്ളത്തിലിട്ടാൽ താന്നു പോവുകയും കത്തിയ മെറ്റീരിയൽ വെള്ളത്തിലിട്ടാൽ പൊന്തി കിടക്കുകയും ചെയ്യുന്നത് കാണാം. ഇനി ഇടാൻ പോകുന്ന വെള്ളത്തിലിട്ടു. കത്തി പിടിച്ച മെറ്റീരിയൽ പൊന്തി കിടന്നു. ഈ പൊന്തി കിടക്കുന്ന മെറ്റീരിയൽ ഒരിക്കലും ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഉപയോഗിക്കരുത്. അത് കത്തിക്കൊണ്ടിരിക്കുന്ന മെറ്റീരിയലാണ്. തീ പിടിച്ചാൽ അപ്പം നിന്ന് കത്തും. അതുകൊണ്ട് അത് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല. കൊടുക്കുന്ന മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലാണ്. മറ്റത് PVC-യുടെ ആണ്. PVC-യുടെ വെള്ളത്തിൽ താന്നു പോയിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും കടകളിൽ നിന്ന് വെള്ളത്തിലിട്ട താന്നു പോകുന്ന മെറ്റീരിയൽ കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ തീ പിടിക്കാത്ത മെറ്റീരിയൽ കിട്ടുന്നില്ലെങ്കിൽ, എൻ്റെ കമ്പനി ഹൈലക്സ് മെഷീൻസ് എന്ന് പറയും. തൃശ്ശൂരിലെ നെട്ടിശ്ശേരിയിലാണ്. നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.